വലതുകരം ഉയർത്തി പറ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. കരമുയർത്തി ഒരു 5 പ്രാവശ്യം പറഞ്ഞ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. സ്വരമുയർത്തി പറഞ്ഞ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. ഒരിക്കൽ കൂടി ആയിട്ട് പറഞ്ഞ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. അപ്പൊ ഒരിക്കലും പരാജയപ്പെടാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, അത് വചനമാണ്. ഇതാണ് റോമാ സഭയോട് പൗലോസ്ലീഹ പറയുവാണ്. റോമാ സഭയോട് പറയുകയാണ്. ഈ റോമാ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവികളും ആശയപരമായിട്ട് ഒത്തിരി തെറ്റിദ്ധാരണകളും ഒക്കെയുള്ള ആൾക്കാരാണ്. അവർ ബുദ്ധി കൊണ്ട് ഈ ലോകത്തെ അളക്കുന്നവരായ ആ സമൂഹത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഒരിക്കലും ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഈ റോമാ സഭയില് ദൈവവചനം കേട്ട്, ആദിമസഭയിൽ വചനം കേട്ട് ഭയങ്കര മതപീഡനം ഉണ്ടാവും. എങ്ങനെ പീഡിപ്പിക്കുന്നത് ചോദിച്ചാല്, ഒരാളെ എണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോഴും അടുത്ത ആള് പറയും എന്നെ എപ്പോഴാ കത്തിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു എന്നെ എപ്പോഴാ കത്തിക്കുന്നത്? എന്താണ് അങ്ങനെ? അവർക്ക് ഈ ദൈവത്തിന്റെ വചനം ആഴമായി ഇറങ്ങി. റോമ 14:8 വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം വചനം. എല്ലാവരും പറഞ്ഞ് റോമ 14:8. അവിടെ എന്താ വചനം പറയുന്നത് ശ്രദ്ധിച്ചേ. നാം ജീവിക്കുന്നുവെങ്കിൽ, വലതുകരവത്തി പറ, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കും. കൂടപ്പുറപ്പിനോട് പറ, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് സ്വന്തമാണോ, നിന്റെ ഭാര്യയ്ക്ക് സ്വന്തമാണോ എങ്കിൽ ആ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതകളുണ്ട്, ഉത്കണ്ഠകളുണ്ട്, നിരാശകളുണ്ട്. ഹല്ലേലൂയ. ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു സ്വാർത്ഥത കടന്നു, അവിടെ നിരാശ വരും. അതുകൊണ്ടാണ് അമേരിക്കയിലെ 75% ആളുകൾക്ക് ഡിപ്രഷനാണ്. അവർ ജീവിച്ചതല്ല അവർക്ക് സ്വന്തമായി ജീവിക്കുക. ഒരു പരിധി കഴിയുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് അവർ പോകുമ്പോൾ അവരവരുടേതായ വഴിക്ക് അവർ പോവുക. ഇങ്ങനെ ഒരു കുടുംബം എന്നെ ജർമ്മനിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മൂത്ത മോക്ക് 38 വയസ്സ്, അടുത്ത ആൾക്ക് 35 വയസ്സ്, മൂന്നാമത്തെ മോക്ക് 32 വയസ്സ്. ഇതുവരെ വിവാഹമൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവർക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. ഇതൊന്നും രണ്ടും കേസല്ല, അനവധി കേസുകളാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയല്ല പ്രിയരെ. എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ മദ്യപാനിയാവും, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കും. എന്റെ സ്വാർത്ഥത എന്നെ അഹങ്കാരിയാക്കും. ആ അഹങ്കാരം എന്നെ പല വഴിയിലേക്ക് നയിക്കും. അവിടെ ഭിന്നിപ്പുകൾ ഉണ്ടാവും. ആദിമസഭയോടെ വിശ്വാസികളോട് പൗലോസ്ലീഹ റോമാ സഭയോട് പറയുക, നാം ജീവിക്കുന്നുവെങ്കിൽ എന്താ പറയുന്നത്? കർത്താവിന് സ്വന്തമായി ജീവിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തികളുടെ കൈക്ക് വിടുന്ന മുറുകെ പിടിച്ചിട്ട് പറ, കർത്താവിന് സ്വന്തമായി ജീവിക്കണം. കർത്താവിന് സ്വന്തമാണെങ്കിൽ ഇതെല്ലാം ആര് നടത്തും? എന്റെ സഹോദരങ്ങൾ, ഈ 152 കൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ മാളികയുള്ള 7 അല്ലാതെ 13 കൗണ്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് കൗണ്ട് ചെയ്തപ്പോഴാണ് 152. ഈ 152 യാത്രകൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ യാത്ര നയിക്കുന്നത് ഞങ്ങളാരുമല്ല. ആരാ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് ദാനിയേൽ പൂളത്തിൽ അച്ഛനെ കേട്ടോ? 15 ദിവസം ബൈബിൾ മൊത്തം പഠിപ്പിക്കും. അതിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത കോഴ്സ് ജൂലൈ 15-ന് കണ്ട് തുടങ്ങാൻ പോകും. 80 പേരെ എടുക്കത്തുള്ളൂ. അച്ഛൻ പറയുന്നത് 10,000-20,000 പേരുടെ കൺവെൻഷൻ നിർത്തിയിട്ട് വചനത്തിന്റെ ഒരു കോളേജ് തുടങ്ങാൻ പോകും. ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കില്ലാത്ത ഒരു കാര്യം, വചനം പഠിപ്പിക്കുന്ന കോളേജ്, അൽമേരെ വചനം പഠിപ്പിക്കുന്ന. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച്, അമേരിക്ക എന്താ നിലനിൽക്കുന്നത്? അമേരിക്കയിൽ ഗ്രാമങ്ങളിൽ ഏതാണ്ട് 300ഓളം ഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങളിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കളൊക്കെ ലോകത്തിൽ കയറ്റി അയക്കുന്നത്.
അവർക്ക് മിച്ചം വന്നിട്ട് കയറ്റി. അത് ഇന്ത്യ പല ഭാഗത്ത് കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാമങ്ങളിലെ ഇവിടെ പ്രത്യേകത, അവിടെ പിള്ളേരെ സ്കൂളിൽ വിടത്തില്ല, വചനം മാത്രമേ പഠിപ്പിക്കുന്നു. അവർക്ക് വചനം മാത്രം മതിയെന്ന്. അങ്ങനെ ഒരു തലമുറ അവിടെ ഉണ്ടെന്ന്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കണം. നിങ്ങൾ വിചാരിക്കും വചനം പഠിപ്പിച്ച രക്ഷ, വചനത്തിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് വചനത്തെ കൈവച്ചിട്ടുണ്ടോ അവനെ ആരും ഇതുവരെ ലജ്ജനാകാൻ ഇടവരുത്തിയിട്ടില്ല ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഈ ബൈബിൾ കയ്യിലെടുത്തിട്ടുണ്ടോ അവനെ തലമുനിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കരമയത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയാ, നാം ജീവിക്കുന്നുവെങ്കിൽ, വായിച്ചേ, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. മരിക്കുന്നുവെങ്കിൽ ഈ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ പിന്നെ മരണഭയമുണ്ട്. കർത്താവിന് സ്വന്തമായി. അടുത്ത വചനം പറയാണ്, ജീവിച്ചാൽ ഇപ്പൊ തലയെടുത്ത് വന്നാലും ഞാൻ കർത്താവിനുള്ളതാണ്. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ആർക്കുള്ളതാണ്. കണ്ടോ, പൗലോസേട്ടന് ഈശോ എന്ന് വിളിക്കാൻ തോന്നി. എത്ര പേർക്ക് വിളിക്കാൻ തോന്നി? ഹല്ലേലൂയ. ജീവിച്ചാലും മരിച്ചാലും ആർക്ക് വേണ്ടിയാ? ഒന്ന് പറഞ്ഞേ. ജീവിച്ചാലും മരിച്ചാലും കർത്താവിന്റെ കൂടെ ജീവിക്കണം. ഹല്ലേലൂയ. കരം അടിച്ച് ദൈവത്തെ ഒന്ന് മോശപ്പെടുത്തിക്കേ. പരമേശ്വരൻ ചേട്ടന് 124ാമത്തെ യാത്രയിൽ വന്ന സാക്ഷ്യമുണ്ട്. അത് ഏകദേശം നമ്മുടെ വാട്സപ്പിലെല്ലാം ഫേസ്ബുക്കിനകത്ത് 10,000 പേരോളം. അമേരിക്ക എന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, ആരാ ഈ പരമേശ്വരൻ? അദ്ദേഹത്തിന്റെ ഒരു 4-1 തീഷ്ണത ഞങ്ങൾക്ക് മറന്നതാണ്. ആ വിളിക്കുന്ന ഡോക്ടേഴ്സ് അവസരം, അമേരിക്കയിൽ നിന്ന് ഡോക്ടേഴ്സ് വിളിക്കുന്നത്. ആ പരമേശ്വരന്റെ 4-1 തീഷ്ണത ഞങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരാ, ശ്രദ്ധിച്ചേ, ജീവിച്ചാലും മരിച്ചാലും ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ജീവിച്ചാലും ഹല്ലേലൂയ. കഷ്ടത വന്നാലും, സഹനം വന്നാലും, വേദന വന്നാലും, നൊമ്പരം വന്നാലും, അതാണ് ഈ വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനൊരു മറ്റൊരു മനുഷ്യനായി മാറുക. ഇനി പഴയതല്ല, പുതിയ സൃഷ്ടിയായി മാറുക. ഈ വചനം കേൾക്കുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനാ. പഴയ മനുഷ്യന്റെ പരമേശ്വരൻ ചേട്ടന്റെ ശവടക്കം കഴിഞ്ഞു, ഒഫീസും കഴിഞ്ഞു. ഇപ്പോഴിരിക്കുന്ന പരമേശ്വരൻ ചേട്ടൻ എന്തോ മാമോദീസ പേര്, ഏത് പേര് അംഗീകരിക്കാൻ ഇഷ്ടപ്പെട്ടു? ഓളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫാ ചോദിച്ചത്. അപ്പോസ്തലൻ. അപ്പൊ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരണം. 84 വയസ്സുണ്ടെങ്കിൽ ഇനി ഉണ്ട് സാധ്യതകൾ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന മാറ്റം, ദൈവത്തെ അനുഭവിക്കുന്നത്. അതാണ് നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ പഠിക്കുന്നത്. ജോബിനെ കുറിച്ചുള്ള 4 ഗുണങ്ങൾ എന്തൊക്കെ? ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-7. അവിടെ ജോബിനെ കുറിച്ച് സാത്താനോട് ദൈവം പറയുന്ന 4 കാര്യങ്ങൾ. ഒരു ദിവസം ദൈവപുത്രന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ സാത്താനും വന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഈ വചനം കേൾക്കുമ്പോൾ സാത്താൻ ഇവിടെ വരുന്നു. എന്താ സാത്താൻ വരുന്നത്? ഈ സാത്താൻ ഈ അന്തരീക്ഷത്തിലുണ്ട്. അവനെ കർത്താവ് രണ്ടാം വരവിൽ അവനെ തടവിലാക്കുന്ന വരെ ഈ സാത്താന്റെ അരൂപി ഇവിടെ എല്ലാം. അതിനെ ചെറുത്ത് നിന്നില്ലെങ്കിൽ സാത്താൻ, ഹല്ലേലൂയ, അതിനെ ചെറുത്ത് നിൽക്കാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിനിയോഗിക്കുന്നില്ല. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ഒരു ദിവസം
ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നദ്ധിയിൽ വന്നു ചേർന്നു. അടുത്ത വചനം പറയുന്നു, സാത്താൻ അവരുടെ കൂടെ. അങ്ങനെ അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറയാൻ സാത്താൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഒരിക്കലും ഉറങ്ങരുതെന്ന് പറഞ്ഞു. സാത്താൻ വരാൻ സാത്താൻ പറയുന്ന ഈ വചനമൊന്നും കേൾക്കേണ്ട. ഒന്നാം തരം കാഴ്ച വെളിയിലുണ്ട്. അതിനും കൂടെ ചെലവിനാണ്. നെടുമുടി എന്ന് അവരിന്ന് കേൾക്കണം. നെടുമുടിയിൽ നിന്ന് 14 പേര് കത്തോലിക്ക പെണ്ണുങ്ങൾ അയൽക്കൂട്ടക്കാർ അവരെ ഈ ഇതിന് വരാൻ ബുക്ക് ചെയ്തു. അവര് എല്ലാം തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അവരുടെ ലീഡർ ചോദിച്ചു, ഇതിനകത്ത് ഈ ടെലിവിഷൻ ഇടുമോ, ആട്ടും പാട്ടും ഒക്കെ ഉണ്ട്, സിനിമ വല്ല ഉണ്ട്? അതില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് വരാൻ. 14 പെണ്ണുങ്ങളും സീറോമലബാറിൽ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടി ദയവായിട്ട് വരേണ്ടതുണ്ട്. പ്രിൻസിപ്പൽ സാക്ഷി ഇല്ലേ? അപ്പൊ 14 പേർക്കും ദൈവവചനമൊന്നും. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ ഏതാണ്? ഇതിനോടൊന്നും വലിയ ഇതിനകത്ത് തോന്നിക്കോ അടിപൊളിയോ വേളാങ്കണ്ണി പോകുന്ന കൂട്ടത്തില് കൊടൈക്കനാലിലും പോയി അവിടെയും പോയി ഇവിടെയും പോയി അടിച്ചു പൊളിച്ചു പോകുന്നതിലാണ്. ദൈവവചനത്തിനോടോ ദൈവീക സംഗതികളോടോ ഒന്നും ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലത്തിന്റെ അന്ത്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, സാത്താനും അവിടെ വന്നു. ആര് വന്നു? ആ സാത്താനോട് ചോദിക്കുകയാണ്. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെയാണ് വരുന്നത്? ദൈവത്തിന്റെ മുമ്പിലാണ്. ദൈവത്തിന്റെ നമ്മൾ ചോദിച്ചേ ആ ഉൽപ്പത്തി ചോദിക്കുക, ആദം നീ എവിടെ? ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കും. നിന്റെ അവസ്ഥ എന്തെന്നല്ല. അപ്പൊ സാത്താനോട് ചോദിച്ചു, നീ എവിടെ? ഇപ്പൊ സെബാസ്റ്റ്യൻ ചേട്ടനോട് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ ചേട്ടൻ പറയും, ഞാൻ ചങ്ങനാശ്ശേരിയാണ്, ചങ്ങനാശ്ശേരി ഇന്ന വീട്ടിലാണ്, ഇന്ന വാർഡിലാണ്, ഇന്ന ഹൗസ് നമ്പറാണ് എന്നൊക്കെ പറയാൻ ഒരു അഡ്രസ് ഉണ്ട്. പക്ഷെ സാത്താൻ അഡ്രസ് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, സാത്താൻ അഡ്രസ്. ചില വ്യക്തികൾക്ക് അഡ്രസ് സന്ധ്യാപ്രാർത്ഥന ഒന്നുമില്ല, ഇങ്ങനെ കറങ്ങി അതിരുമ്പഴേ ആ ചായക്കടയിലും മറ്റിടത്തൊക്കെ ഇരുന്ന് 9 മണിക്ക് വരുന്നവരില്ല, ഇഷ്ടംപോലെ. ഇവരെ ഈ സാത്താന്റെ പിടിയിൽ ഇങ്ങനെ നടക്കുക. 4 കാലേ വരുന്നവർ, 5 കാലേ വരുന്നവർ, ജീവിതത്തിലൊരു ലക്ഷ്യമില്ലാത്തവരെ വിളിക്കുന്ന പേരാണ് സാത്താന്റെ സന്തതികൾ. ജീവിതത്തിൽ എന്തിനാ ലക്ഷ്യമില്ലെങ്കിൽ ആത്മഹത്യ, ലക്ഷ്യമില്ലാതെ വരുമ്പോ എന്ത് വരും? നിരാശപ്പെടും. അപ്പൊ സാത്താനോട് ചോദിച്ചു, നീ എവിടെ ഒന്ന് വരും? അപ്പൊ സാത്താൻ എന്ത് പറഞ്ഞു? ഞാൻ ഭൂമിയിലാകെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിരുന്നു. സാത്താന്റെ പരിപാടി എന്താ? ഭൂമി മൊത്തം. അപ്പൊ സാത്താന്റെ വേഗത ഭയങ്കരമാണോ? അതുകൊണ്ടാണ് അവൻ അലറുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ ചുറ്റി. ആരെ പിടിക്കണം? ഈ ബസ്സിനകത്ത് ഈ 152ാമത്തെ യാത്ര നടത്തുന്ന വിനോദിനെ പിടിക്കണോ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ചേട്ടനെ പിടിക്കണോ, ആരെ പിടിക്കണോ എന്ന് അവനിങ്ങനെ നോക്കി. അപ്പൊ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇവനെല്ലാവരുടെ ഈ ലോകത്തിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 800 കോടി ജനങ്ങളുടെ പേരും ആർക്കറിയാം? പറഞ്ഞു. അപ്പൊ സാത്താനെ തകർക്കാൻ അമേരിക്കൻ മിലിറ്ററിക്ക് പറ്റുമോ? ഇന്ത്യൻ മിലിറ്ററിക്ക് പറ്റുമോ? ദൈവത്തിന്റെ അവനെ തകർക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ, ഒരു ക്രൈസ്തവന് മാത്രമേ, നിന്റെ വചന ഹൃദയത്തിലുള്ളവന് മാത്രമേ സാത്താനെ തകർക്കാൻ ഓർക്കുള്ളൂ. ഉറപ്പുള്ള ഒരു കാര്യം പറഞ്ഞു. ഒരു സയന്റിസ്റ്റിന് തകർക്കാനൊക്കത്തില്ല, ഒരു കലക്ടറിന് തകർക്കാനൊക്കത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തകർക്കാനൊക്കത്തില്ല. സാത്താനെ തകർക്കാൻ ദൈവവചനത്തിന് മാത്രമേ പറ്റുള്ളൂ. ഹല്ലേലൂയ. വചനമാകുന്ന ദൈവത്തിന് മാത്രമേ. അപ്പൊ സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലാകെ ചുറ്റിത്ത. അപ്പൊ ദൈവം അവനോട് ചോദിച്ചു, എന്റെ ദാസനായ, ഇങ്ങനെ ചോദിക്കുന്നു. ഇങ്ങുണ്ടോ? എന്റെ ദൈവത്തിന് എപ്പോഴും ഒരു ഇന്റിമസി. എന്റെ ദാസനായ ആ ശിവൻ ചേട്ടനെ ശ്രദ്ധിച്ചു, എന്റെ ദാസനായ സെബാസ്റ്റ്യനെ ശ്രദ്ധിച്ചു, എന്റെ ദാസനായ വിനോദിനെ ശ്രദ്ധിച്ചു, എന്റെ ദാസനായ ജോയി മുതലിനെ ശ്രദ്ധിച്ചു. നമ്മളെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൂടപ്പറപ്പിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയാം, കൂടപ്പറപ്പ് ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്.
എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കും? ഒരു പട്ടാളക്കാരനെ ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ ഓഫീസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ എങ്ങനെയാ പട്ടാളക്കാരൻ? അവൻ എല്ലാ കാര്യത്തിനും ഒരു വിജിലന്റ് ആയിരിക്കില്ലേ? അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് ഒരു സെക്യൂരിറ്റി വിചാരിച്ചാൽ അവൻ ഉറങ്ങുള്ളൂ. യജമാനൻ അവന്റെ ബെഡ്റൂമിൽ ഇരുന്ന് അവൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഉറങ്ങുന്നു എന്ന് കാണാൻ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇരിക്കും? അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറയാം, സോര താങ്കളെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്നെ വിളിക്കുന്നത് എന്താ? എന്റെ ദാസനായ പ്രിൻസിനെ നീ ശ്രദ്ധിച്ചു. എന്നിട്ട് ദൈവം അവനെ കുറിച്ച് പറയുന്ന 4 ഗുണങ്ങളാണ്. അവനെ പോലെ ഒന്ന് സത്യസന്ധനാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, സത്യസന്ധനായിരിക്കണം. സത്യം മാത്രമേ പറയത്തുള്ളൂ. സഹോദര, സത്യം മാത്രമേ പറയത്തുള്ളൂ. ഞാനാണ് വഴിയും ജീവിതം. സത്യം മാത്രമേ പറയത്തുള്ളൂ സഹോദര. ഒന്ന്, ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സത്യസന്ധത. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറഞ്ഞു, സത്യസന്ധത ദൈവം ആഗ്രഹിക്കുന്നത്. ഉഡായിപ്പ് മറ്റുള്ളവരെ പേടിപ്പിക്കാനല്ല ദൈവം. അവിടെ കൂടത്ര, ഇവിടെ ബന്ധനം, ഇവിടെ ബന്ധനം. ഈ വചനം നിന്നെ ഭയം, ബൈബിൾ നിന്നെ പഠിപ്പിക്കുന്നത് നിന്നിൽ നിന്ന് ഭയമില്ലാതാക്കാൻ. ചിലവരൊക്കെ ധ്യാനം കൂടി ഭയന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അവിടെ ബന്ധനം. എന്നിട്ട് ചിലർ പറയുക 90 ദിവസത്തേക്ക്. ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് പറയുക, ഞാനൊരിടത്ത് ഒരു വചനം കേൾക്കാൻ പോയി. ആ വചനപ്രഘോഷകൻ പറഞ്ഞു 90 ദിവസത്തേക്ക് കുന്തിരിക്കാൻ പുകച്ചില്ല സാധാരണ. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാ, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ. ഒന്ന്, സത്യസന്ധത. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ ഗുണം സത്യസന്ധനായിരിക്കണം. സത്യസന്ധൻ, സത്യമേ പറയാം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, സത്യമേ. നമ്മുടെ രാഷ്ട്രപിതാവ് സത്യം മാത്രമേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സത്യം പറയുന്ന ക്രിസ്ത്യാനികളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ സത്യസന്ധൻ. അടുത്ത എന്താ പറയുക? നിഷ്കളങ്കൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, നിഷ്കളങ്കനാണെന്ന് ചോദിച്ചു. യാതൊരു കളങ്കവും ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ സത്യസന്ധൻ, നിഷ്കളങ്കൻ. പറഞ്ഞു, നിഷ്കളങ്കൻ. ദൈവത്തെ ഭയപ്പെടുന്നത് എന്താണ്? ഒന്ന് ദൈവത്തെ ഭയം. എന്താണ്? ഞാൻ ദൈവഭയമുള്ളവനാണ്. ദൈവഭയം ഉണ്ടെങ്കിൽ ഒരു അനീതിയും എനിക്ക് ചെയ്യാൻ. നീ ദൈവത്തെ ഭയത്താൽ അധികാരികളെ ബഹുമാനിക്കും. ദൈവഭയമുണ്ടെങ്കിൽ മാർപ്പാപ്പയെ ബഹുമാനിക്കും, കർദിനാളിനെ ബഹുമാനിക്കും. ദൈവഭയമില്ലെങ്കിൽ ഈ കർദിനാളിനെ വരെ കരഞ്ഞു വിടും. പാമ്പിടിച്ച ഒരു ആലഞ്ചേരി പിതാവിനെ മാറ്റേണ്ട വല്ല കാര്യമുണ്ട്? അദ്ദേഹത്തെ അപ്പൊ ഇതൊക്കെയാണ്. ദൈവഭയമില്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, അവസാന കാലം ദൈവഭയമില്ലാത്ത കുറെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ സഭയിൽ ഉണ്ടാവും. ഇത് തിരുവഴുത്ത മാറ്റം വരുത്താനൊക്കെ. ഈ ദൈവഭയമുള്ളവരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത് അനുഗ്രഹ യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കുറെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാത്രയല്ലേ. അതിനേക്കാൾ ഉപരി ഒരു ദൈവഭയമുള്ള ഒരു പൈതലായി, ഒരു അപ്പനായി, ഒരു അമ്മയായി, ഒരു മകളായി മാറാനാണ് ഈ യാത്ര. കരമയത്തി ഒരു മൂന്ന് ഹല്ലേലൂയ. ഞങ്ങളുടെ യാത്രകളൊക്കെ ഇപ്പൊ തന്നെ 4-5 പേര് വരെ കുറവാണ്. അവിടെ എല്ലാം ഞങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. പേര് ഇതിനകത്ത് ലാഭമൊന്നും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ടോ? എങ്കിലും ഇത് നടത്തുന്നത് 8100 പേരാണ് ഇതിനോടകമായിട്ട് കൂടി. ഞാൻ നിങ്ങളെ കിട്ടി
8000 ശിഷ്ടം ആളുകൾ ഈ ദൈവവചനം കേൾക്കുന്നു. അവരിൽ എത്രമാത്രം ആളുകൾക്ക് മാറ്റമുണ്ടായെന്ന കണക്കുകൾ ഞങ്ങളുടെ കയ്യിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നും ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് എന്റെ മിടുക്കോ എന്റെ കഴിവോ അല്ല, ദൈവത്തിന്റെ അനന്തമായ കരുണയാണ്. അനന്തമായ കരുണയാണ്. കാരണമുണ്ട്. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ഇരു കൈകളിലും ചങ്ങലയിട്ട് കാലിൽ ആമം വെച്ച് നിൽക്കുന്ന അഗ്രിപ്പ രാജാവിനോട് പൗലോസ് അപ്പോസ്തല പ്രവർത്തനം 26-22 പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 26-22 അഗ്രിപ്പ രാജാവിന്റെ മുഖത്തേക്ക് നോക്കി പൗലോസ് എന്തു പറയുന്നു? ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്. ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്. ആ വചനം എന്താ? ഫുള്ളായിട്ട് വായിച്ചേ. ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാനും പറയുന്നു, ഈ വേളാങ്കണ്ണി ട്രിപ്പിൽ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ, ഇന്ന് വരെ ദൈവത്തിന്റെ സഹായമില്ലെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം. അപ്പോസ്തല പ്രവർത്തനം 26-22 മറക്കരുത്. ഇന്ന് വരെ ഈ വചനത്തിനൊരു അവസാനമാണ്. നാളെ നേരം വെളുത്താലും ഇന്ന് വരെ, പിറ്റേ ദിവസമായാലും ഇന്ന് വരെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറയാം, ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ആ സമയത്ത് തന്നെ ഈ വചനത്തിൽ മാംസം ധരിക്കും. ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ടെന്ന് ഒന്ന് ചിരിച്ചോണ്ട് പറ, ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു. ഇന്ന് വരെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ ജോബിനോട് ചോദിക്കുക, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു, അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി ഈ ഭൂമുഖത്ത്. അപ്പൊ നമ്മൾ പറയേണ്ട ചങ്ങനാശ്ശേരിയിൽ ആരെങ്കിലും, അല്ലെങ്കിൽ അതിരപ്പുഴയിൽ ആരെങ്കിലും, അല്ലെങ്കിൽ കോട്ടയത്ത് കൊച്ചേട്ടനെ പോലെ ആരെങ്കിലും ഈ തിരുവെഴുത്ത് താങ്കൾക്കുള്ള 4 കാര്യങ്ങളാണ് ഒരു ക്രൈസ്തവന് വേണ്ടത്. എന്തൊക്കെയാണ്? 1, അവൻ സത്യസന്ധൻ. 2, നിഷ്കളങ്കൻ. 3, ദൈവത്തെ ഭയപ്പെടുന്ന. 4, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. ആരെങ്കിലും കൂടാതെ അവൻ 5ാമതൊരു കാര്യം ചെയ്യും. ഈ ജോബിന് 10 മക്കളാണ്. 3 പെമ്പിള്ളാരെന്ന് പറഞ്ഞ അതീവ സുന്ദരിമാണ്. ഈ പെമ്പിള്ളാരെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഈ പെമ്പിള്ളാരുടെ വീട്ടിൽ അളിയന്മാര് വിളിക്കും. എന്തിനാ? വിരുന്ന. ഭയങ്കര പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരനാര്? ജോബ്. അപ്പൊ ഈ ജോബ് അതിന്റെ 1-ാം അധ്യായം 5-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ സൽക്കാരത്തിന് കഴിയുമ്പോൾ, നിങ്ങളെ ഒരു കല്യാണം കഴിയുമ്പോൾ, സൽക്കാരം ദിനം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തലയെ കഴിച്ചു പ്രാർത്ഥിക്കും. ഈ വിവാഹ വിരുന്നൊക്കെ നടത്തി അതിനകത്തു നിന്നൊക്കെ അശുദ്ധ ശക്തികളൊക്കെ കയറി വന്നിട്ടുണ്ട്. എങ്ങനെയാ കയറി വരുന്നത്? നമ്മളൊരു അടിപൊളിയൊക്കെ അവിടെ നടത്തി, ചില അടിപൊളിയൊക്കെ അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാത്താനൂടെ വന്ന് അപ്പോൾ ഈ പിള്ളേരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ ശ്രദ്ധിച്ച് മക്കൾ പാപം ചെയ്തു, അവൾ ദൈവത്തിന്റെ അപ്രീതിക്ക് എന്തെങ്കിലും പാത്രമായിട്ടുണ്ടെങ്കിൽ ജോബ് 7 ആമക്കളെ വിളിച്ചു വെച്ചു ശുദ്ധീകരിക്കും. അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രന് വേണ്ടി 7 ഒരു പുത്രന് 1/2 മണിക്കൂറാണ്. അപ്പൊ 7 പുത്രന്മാർക്ക് എത്ര മണിക്കൂറാണ്?
3.5 മണിക്കൂർ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഇവരെ അവിടെ പോയി ഹോട്ടലിൽ പോയി ഒന്ന് ആഹാരമൊക്കെ കഴിച്ച കൂട്ടത്തിൽ ഇടയ്ക്ക് വല്ല ലഹരിയോ വല്ല ഉപയോഗിച്ച് പോയിട്ടുണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ജോബാണ്. ഈ ജോബിന്റെ 1-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുകയാണ്, ജോബ് നിന്നെ ഭയപ്പെടുന്നുണ്ട്. കാര്യം അവനും അവന്റെ ഭവനത്തിൽ സമ്പത്തിനും ചുറ്റും സംരക്ഷിക്കും. അപ്പൊ നീ ദൈവത്തെ ഭയപ്പെടുന്നൊരു ദൈവവൈദ്യനാണ്. നീ ഇട്ടേച്ചു വന്നിരിക്കുന്ന വീടിന് ചുറ്റും കർത്താവ് വേലി കെട്ടി സംരക്ഷിക്കും. ഉറപ്പുള്ള ഒരു കരമയത്ത് 5 ഹല്ലേലൂയ. സ്വരം പോരായിരുന്നു, ശക്തി പോരായിരുന്നു, ഒരു ഉണർവ് പോരായിരുന്നു. സൽക്കാര ദിനം കഴിയുമ്പോൾ അപ്പൊ പറയാം, അപ്പൊ ഈ ജോബ് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ജോബ് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ജോബിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു എന്നിട്ട് പറഞ്ഞു, അല്ല ദൈവത്തോട് പറഞ്ഞു, നീ ഇവനെ ഇതെല്ലാം വേണ്ടതെല്ലാം കൊടുക്കുന്നത് കൊണ്ടാണ്, ഈ സമ്പത്തൊക്കെ അവന് കായന്തമാനം കൊടുക്കുന്നത് കൊണ്ടാണ് നിന്നെ തള്ളി പറയാതെ ഹല്ലേലൂയ സ്തോത്രം പറയുന്നത്. സമ്പത്തൊക്കെ പോയി കയ്യിൽ പോയി ഇതെല്ലാം തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു അവന്റെ സമ്പത്തിന്റെ മേ കൈവച്ചോളാം. അപ്പൊ നമ്മുടെ സമ്പത്ത് നശിക്കണമെങ്കിൽ ദൈവം മാറി നിന്നാലേ എന്റെ സമ്പത്ത് നശിപ്പിച്ചു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവം മാറി നിന്നാലേ. ദൈവം തരുന്ന സമ്പത്ത് ഒരിക്കലും, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവം തരുന്ന സമ്പത്ത്, കൈക്ക് പിടിച്ചോണ്ട് പറ, ദൈവം തരുന്ന സമ്പത്ത് നശിക്കും. ദൈവം തരാത്ത സമ്പത്താണെങ്കിൽ അത് പോക്കാം. ദൈവം തരുന്ന സമ്പത്ത് അനുഗ്രഹമാണെന്ന് എവിടാ പറയുന്നത്? സുഭാഷിതം 10:22. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഈ വചനം നിങ്ങൾ മറക്കലുണ്ട്. നാളെ തിരിച്ച് വേളങ്കണ്ണിക്കൊക്കെ പോകുമ്പോൾ ചോദിക്കും, തിരിച്ചു വരുമ്പോഴൊക്കെ ചോദിക്കും, എഴുതിയിട്ടാ നിങ്ങൾക്ക്. സുഭാഷിതം 10:22 ഒന്ന് വായിച്ചേ, സാറൊന്ന് വായിച്ചേ. ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തത്തില്ല. സമ്പത്തിൽ ദുഃഖമുണ്ടോ? ദൈവം തരാത്ത സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്. എന്താ സഹോദരൻ? ദൈവം തരാത്ത സമ്പത്ത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവിടെ നിനക്ക് ദുഃഖമുണ്ടാകുവേ. ദൈവം തരാത്ത സമ്പത്ത് നിന്റെ കൈവശമുണ്ട്, അത് നിനക്ക് ദുഃഖത്തിന് കാരണമാകും. വേളങ്കണ്ണിയിൽ ഒരു കുടുംബം വന്നു, വടക്കൂന്നാ വന്നു. ഊണ്ടിമാതാ അവിടെ വെച്ച് ബസിലിക്ക, അവിടെ നമ്മൾ കൗൺസിലിംഗ് സമയത്ത് ഒരു ദർശനം കാണുക. ഒരാൾ കിണറ്റിൽ വീഴും. ഓടികളുടെ കടബാധ്യന്നൊക്കെ പറഞ്ഞു വന്ന ഓടികളുടെ വ്യക്തി ആയിരുന്നു. ഞാൻ ചോദിച്ചു, ആരാ കിണറ്റിൽ വീഴും? ബ്രദറെ, ഇത് ആരും പറയാത്തൊരു കാര്യമില്ല ബ്രദർ. അവരുടെ പേരൊന്നും ഞാൻ പറയും. എന്താ കാര്യം ചോദിച്ചാൽ, 18 ഏക്കർ സ്ഥലം ഇയാൾക്കുണ്ട്. അപ്പൻ ഇളയ മകന് 20 ഏക്കർ കൊടുത്തു. അങ്ങനെ എത്ര ഏക്കറുണ്ട് അപ്പൻ? അന്നേരം 2 മക്കളെ ഉള്ളൂ. 18, 20, 38. അപ്പൊ 20 ഏക്കർ സ്ഥലം ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചു. ഈ അനിയനെ നോക്കുന്നവർക്ക് അതിന് അവകാശമുണ്ട്. അവൻ മരിച്ചതിന് ശേഷം ആ വസ്തു അവർക്കുള്ളതാണെന്ന് അപ്പൻ എഴുതി വെച്ചു. അപ്പൊ ഭാര്യയും ഭർത്താവിടെ രഹസ്യമായിട്ട് പറയുക, ഏതായാലും മരണബുദ്ധിയാണ് ഇവൻ കിണറ്റിന്റെ കാര്യങ്ങളിൽ എപ്പോഴും പല്ല് വരുമ്പോഴും, അതുകൊണ്ട് നമുക്ക് കിണറ്റിലോട്ടത് ഭയങ്കര ആഴമുള്ള കിണർ. ഈ ആഴമുള്ള കിണറിൽ ചെന്ന് ചാവുന്നൊന്നും ആവാറായപ്പോഴത്തേക്ക്, അയ്യോ എന്റെ അന്യ കിണറ്റിൽ വീടി അതേന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം ഒരുമിച്ചു. ആളുകളെല്ലാം വന്നു, ഭയങ്കര കരച്ചിലും
ജനം മൊത്തം പറയുക എന്തോ ഒരു സ്നേഹമായി ചേട്ടൻ. അയ്യോ, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കിണറ്റിന്റെ അടുക്ക പോയി ഇങ്ങനെ പല്ലുതേക്കല്ലേ 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 പല്ലുതേക്കല്ലേ. അങ്ങനെ ഭയങ്കര ശവടം നടന്നു. അവസാനം 20 ഏക്കർ ആഗ്രഹമില്ലായി. ആദ്യം 6 വർഷത്തേക്കൊന്നും പ്രശ്നങ്ങളൊന്നും. മൂത്ത മോനൊരു ക്യാൻസർ വന്നു. അതിനുവേണ്ടി ചികിത്സിച്ചൊരു 4 കോടി രൂപയായി ഒഴിയും. അതിനുവേണ്ടി 20 ഏക്കർ സ്ഥലം, പിന്നെ പല കടബാധ്യത. ഇപ്പൊ 22 കോടി കടമായിട്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തിക്കൂ. ഇപ്പോഴും കർത്താവിന്റെ കരുണ ആ പുണ്യമാതാവിന്റെ ആ ബെഞ്ചിലിരുന്ന് കരയുമ്പോഴുണ്ട്. കണ്ണുനീര് എന്റെ ബൈബിളിലൂടെ ഒഴുകി. അതേ രീതി ആദ്യമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. പ്രിയ സഹോദര, മനുഷ്യനെ കളിപ്പിക്കാൻ ദൈവത്തെ അടുത്തിരിക്കുന്ന വ്യക്തിയോടുള്ള ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. കണ്ടോ വചനം പറയുന്നുണ്ടോ? പറഞ്ഞേ, 10,000 സൂര്യന്റെ പ്രകാശത്തിൽ കർത്താവ് നോക്കിയിരിക്കുകയല്ല. കണ്ടോ പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത് കേട്ടോ? ഹല്ലേലൂയ. അപ്പൊ അതെടുക്കാൻ സമയമില്ല. അപ്പൊ അവനെ പോലെ സത്യസന്ധനും. അപ്പൊ സാത്താൻ പറയുകയാണ് അവന്റെ സമ്പത്തി. അപ്പോ സാത്താനോട് പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ജോബ് 1:13 വായിച്ചേ. 1:13. ഒരു ദിവസം ജോബിന്റെ മക്കൾ മൂത്ത സഹോദരന്റെ വ്യക്തിക്ക് വിരുന്നിന് സമ്മേളിച്ചിരിക്കുക. ഒരു ഭൃത്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ കാളകളെ പൂട്ടുകയായിരുന്നു. അപ്പൊ 1000 കാളകൾ. അപ്പൊ ഈ കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ശേബാക്കാർ വന്ന് വാളിനിരക്കയാക്കിയിട്ട് 1000 കാളകളെയാണ്. ഇത് പറയാൻ ഞാൻ മാത്രം. ഇനി ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല. അടുത്ത ഭൃത്യൻ എന്ന് പറയുവാണ്, ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിറങ്ങി 7000 ആട്. ഒരാട് ദഹനക്കേട് വന്ന് ചത്തെന്ന് പറഞ്ഞു 3 മാസം പള്ളി കയറാത്ത ഒരമ്മയിരിക്കുന്നു. 7000 ആട് ഒറ്റയടിക്കുന്നത്. ഇത് പറയാൻ ഞാൻ മാത്രമേ. ഇത് പറഞ്ഞു തീർന്നില്ല. അടുത്ത ആൾ വന്ന് പറയാണ് 3000 ഒട്ടകങ്ങളെ അടിച്ചോണ്ട് 1-2 വല്ല പോയത്. ഇത് പറഞ്ഞു തീർന്നപ്പോൾ അടുത്ത ഭൃത്യൻ വന്ന് പറഞ്ഞു, ഒരു കൊടുങ്കാറ്റടിച്ച് നിന്റെ 10 മക്കളും. അപ്പൊ ഇത്രയും സംഭവം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പറയും. ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി നിരസമുണ്ടനം ചെയ്തു. അവൻ ദൈവസന്നിധിയിൽ ആരാധിച്ചു. ജീവിതത്തിന്റെ തകർച്ചയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവവൈദ്യരെ നീ ആരാധിക്കുമോ? ഏതെങ്കിലും ഒരു വേദന വന്നാൽ, ഇന്നലെ ഒരു 12 വർഷമായി പ്രേമിച്ച് നടന്നവൻ തേച്ചൊട്ടിച്ചത്. അങ്ങനെ ഒരു ബന്ധം തേച്ചൊട്ടിച്ചത്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുക. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് നിന്നിൽ വിശ്വാസം, നിന്നെ പോലെ നിന്റെ അയൽക്കാരന്, നിന്നെ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പെണ്ണിന്റെ പേരിൽ ആത്മഹത്യ. ആദ്യം നീ നിന്നെ സ്നേഹിക്കാൻ പഠിക്കണം. നിന്റെ ജീവിതം തന്ന ദൈവത്തെ നീ സ്നേഹിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. 1 മണിക്കൂർ മൊബൈൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചാവുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദര, ജോബ് എഴുന്നേറ്റ് അങ്കി കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. തന്ന ദൈവത്തിന് എടുക്കാൻ അധികാരം. നിങ്ങൾ പറ, 2 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായതിനെ പ്രതി പറയും. ഹോട്ടൽ ബിസിനസ് പൊളിഞ്ഞതിനെ പ്രതി നന്ദി പറഞ്ഞിട്ടുണ്ടോ വിനോദ്? എന്റെ ഹോട്ടൽ ബിസിനസ് അടിച്ച് പൊളിഞ്ഞതിനെ പ്രതി ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി പറയുന്നു. 4 വർഷമായി മക്കൾ ഇല്ലാത്തതിനെ പ്രതി യേശുവേ നന്ദി ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. കാരണം എന്റെ വേദന എന്റേതല്ല, അത് ഈശോയുടേതാണ്.
ഇതാണ് ദൈവഭക്തൻ പറയേണ്ടത്. എന്റെ വേദന എന്റേതാകുമ്പോഴാണ് നിരാശ വരുന്നത്, ഉത്കണ്ഠ വരുന്നത്, ആകുല വരുന്നത്. നിന്റെ വേദന നിന്റേതാകുമ്പോൾ നീ മദ്യഷാപ്പിൽ പോകും, നീ പുകവലിക്കും, നീ മറ്റു പലതിനും പോകും. നിന്റെ വേദന നിന്റേതായി നീ ഏറ്റെടുക്കുന്നുണ്ട്. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. റുബിയ 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 ലാബ റാബിയ റാബിയ ശബഹബ ലാബ ലാബ വിസ്ബഹബ റാബിയ ലാബ. എന്റെ വേദന എന്റേതല്ല, ആരുടേതാണ്? ദൈവത്തിന്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വചനം അവസാനിക്കും. കണ്ടോ, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യോ? മക്കള് 10 പോയി, സമ്പത്ത് 10 പോയി, ദേഹവാസകലം മൃളം, എന്നിട്ടും ഇതുകൊണ്ടൊന്നും നാവ് കൊണ്ട്. എന്നിട്ട് അവൻ എന്തെടുത്തു? ജോബ് 19:25. ഇങ്ങോട്ട് നോക്കേ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടും. 19:25. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കൈക്ക് പിടിച്ചോട് പറ. ജോബ് 19:25 എല്ലാരും പറഞ്ഞു. ആ വചനം എങ്ങനെ പറഞ്ഞു? എനിക്ക് ന്യായം നടത്തി തരുന്നത് ജീവിക്കും. ഇത്രയും കോടി നഷ്ടപ്പെട്ടിട്ടും പറയുവാണ്, എനിക്ക് ന്യായം നടത്തി കൊടുക്കുന്നവൻ അവൻ മരിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നോടൊപ്പമുള്ള ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്ന പരമേശ്വരൻ ചേട്ടൻ കാണുന്നുണ്ടോ? പക്ഷെ ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യം യേശു ക്രിസ്തു ഈ ബസ്സിൽ വന്നെന്നുള്ളതാണ്. 2-3 പേര് എന്റെ നാമത്തിൽ കൂടിയെടുത്ത് പ്രിയ സഹോദര സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വചനപ്രഘോഷണമേ നടത്തിയോ. ആ വചനപ്രഘോഷണം നടത്തിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. വർഗീസ് മാവേലിക്കര പറയുന്ന ഒറ്റ വചനത്തിൽ അവിടെ സ്വർഗം തുറക്കപ്പെടും. ഈ ബസ്സിനകത്ത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ളവരെ കരമയർത്തുന്ന സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ. പ്രസംഗിച്ചപ്പോൾ പ്രസംഗത്തിന്റെ അവസാന സ്തേഫാനോസ് പറയാണ്, സ്വർഗം തുറക്കുന്നതായി ഞാൻ കണ്ടു. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നേ. ഈ ബസ്സിനകത്ത് തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്നിട്ട് ഉറപ്പുള്ളവർ കരമുയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ബലിയ 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 സോന ബല 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ, അതുകൊണ്ട് ജോബ് 19:25 എന്താ പറയുന്നത്? എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്ന്. അവസാനം എനിക്ക് 10 മക്കളെ നഷ്ടപ്പെട്ടാൽ, സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടാൽ, പ്രിയ സഹോദര മക്കളില്ലെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെ നിൽപ്പുണ്ട്. അവൻ എനിക്ക് ഒരു മകനെയല്ല കുഞ്ഞിനെയല്ല തരുന്നത്, 3 കുഞ്ഞുങ്ങളെ എനിക്ക് തരും. ഞാൻ ഇവിടുന്ന് ഒരു സന്ദേശം തരുക, വിനോദിന് 3 കുഞ്ഞുങ്ങളെ ദൈവം തരും. സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കരമുയർത്തിക്കേ, സ്വരമുയർത്തിക്കേ. എനിക്ക് ന്യായം നടത്തി തരുന്നവനുണ്ടല്ലോ. സോര മകന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞില്ലേ? തമ്പുരാൻ ഇടപെട്ടിരിക്കുന്നു. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നു. കാരണം എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നവൻ. അവസാനം അവൻ എന്റെ കൂടെ ഉണ്ട്. അടുത്തിരിക്കുന്ന കുടപ്പളപ്പിനോട് പറ, എന്റെ കൂടെ എന്റെ തമ്പുരാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സന്തോഷത്തോട് പറഞ്ഞ്, ഒന്ന് കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞ്, മോളെ കൈക്ക് പിടിച്ചോണ്ടെന്ന് പറഞ്ഞ്, ആ ജോലി വല്ല കൈക്ക് പിടിച്ചോണ്ടെന്ന് പറഞ്ഞേ മതി. തമ്പുരാനുണ്ടെന്ന് പറഞ്ഞു. ദൈവം കൂടെയുള്ളവൻ എന്തെങ്കിലും ഭയപ്പെടും. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നു. ഇത് എഴുതിയിടണം. 2 കോടി രൂപയുടെ കടബാധ്യതകളോ പറയണം, എനിക്ക് നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവം, അതുകൊണ്ട് എനിക്ക്
അങ്ങനെ പറയുന്നവനെ പറയാനൊക്കത്തുള്ളൂ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ അല്ലാത്തവന് കഷ്ടം വരുമ്പോ ദൈവത്തെ പഠിക്കും, മദ്യഷാപ്പിലേക്ക് ഓടും, ആത്മഹത്യക്ക് വേണ്ടി കയറെടുക്കാൻ പോകും. പ്രിയ സാര, എങ്കിൽ ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം തങ്കലിപികളിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കും. അതിന്റെ 42-ന്റെ 1 അതിന്റെ വചനം കൊടുത്തിരിക്കുന്ന 2 42 1-ാം വചനം 2 പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്ന്, അങ്ങയുടെ യാതൊരു ഉദ്ദേശവും. ഇതാണ് ഒരു വിശ്വാസി പറയുന്നത്. വചനം കേൾക്കുന്ന ഒരു ദൈവവൈദ്യന് പറയുന്നത് എന്താണ്? അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാൻ. ആദ്യ വചനം വായിച്ച്, അങ്ങേക്കെല്ലാം സാധിക്കും. വിനോദേ, ദൈവത്തിനെല്ലാം. വിനോദൊരു നമ്പര് കണ്ടാൽ മതി, എത്ര മക്കളെ വേണം, അതാരും തരും. എനിക്ക് ന്യായം നടത്തി തരുന്നു, എനിക്ക് ന്യായം നടത്തി തരുന്നു. ജീവിക്കുന്നെന്ന് പറഞ്ഞ ജോബ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയുക. ദൈവത്തിന്റെ മുഖത്തേക്ക് 42-ാം അധ്യായം ദൈവം അവന്റെ മുമ്പിൽ നിൽക്കുക. ആ ദൈവത്തോട് പറയുക, എന്താ പറയുന്നത്? അങ്ങേക്ക് എല്ലാം സാധിക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവത്തിന് എല്ലാം സാധിക്കും. രേഖയുടെ കൈക്ക് പിടിച്ചോണ്ട് വിനോദ് പറ, ഈശോയ്ക്ക് എല്ലാം സാധിക്കുന്നു. വിശ്വാസത്തോട് പറ വിനോദ്, ഈശോയ്ക്കെല്ലാം, 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 ഈശോയ്ക്കെല്ലാം. അതിരമ്പുഴ പള്ളിയിലെ ആ മനസ്സമ്മതം നടക്കുമ്പോൾ ആ പ്രിയ മകൻ ഇതാ ആ വിവാഹ സമ്മതത്തിലേക്ക് കയറി. ഞാൻ അവിടെ കരയുക, പുത്രനെ ഇത്രത്തോളം ദൈവം ഉയർത്തി. ജീവിതത്തിന്റെ വേദനയുടെ നടുവിൽ കർത്താവിന്റെ കരം പിടിച്ചൊരു മകനാണ് പോൾസൺ. പ്രിയ സഹോദര, ആര് കർത്താവിന്റെ കരം പിടിച്ചു? പ്രിയ സഹോദര, എന്താണ് അതിന്റെ അർത്ഥം? പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ പോൾസൺ? എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുമോ? ഒരു ആന്റിയോഗ്രാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു നമ്മുടെ ചാൾസ്. വിശ്രമിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞു, എങ്കിലും ബ്രദറെ ഞാൻ വരുവാ, കാരണം എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്ന ദൈവമാണ്. 84 വയസ്സുള്ള പരമേശ്വരൻ ചേട്ടൻ പറയാണ്, എന്റെ കൂടെ ആരുണ്ട്? ഹല്ലേലൂയ. പരമേശ്വരൻ ചേട്ടൻ വരുന്നെന്ന് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി, ഇനി ആരുമില്ലെങ്കിലും ഇളങ്ങട്ടിപ്പ് നടത്തി. ആരും വന്നില്ലെങ്കിലും കടം മേടിച്ചാലും ഞാൻ പറഞ്ഞില്ലേ, പരമേശ്വരൻ ചേട്ടൻ വരുന്നുണ്ട്, ആരും വന്നില്ലെങ്കിലും കടം മേടിച്ചാലും കണ്ടോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, 42-ാം അധ്യായം 1-ാം വചനത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതുവരെ ദൈവത്തെ കണ്ടില്ല. 38-ാം അധ്യായം തൊട്ടാണ് ജോബിനോട് സംസാരിക്കുക. 42-ൽ മുഖാമുഖം കാണുക, കണ്ടുകൊണ്ട് പറയുകയാണ്. 42-ന്റെ 1 പറയുകയാണ്. 42-ന്റെ 1 എന്താ പറയുന്നത്? അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും, വിനോദിന് മക്കളെ തരാൻ ദൈവം നിശ്ചയിച്ച ആർക്കും തടയാൻ, ഒരു കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചു ആർക്കും തടയാൻ, ഒരു കൂടോത്രത്തിനോ മന്ത്രവാദത്തിനോ. പ്രിയ സഹോദര, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ച അമേരിക്കൻ പട്ടാളം വന്നു ബുൾഡോസർ ഇതുകൊണ്ട് വന്നാലും ഒരു വഴി. മനസ്സിലായോ? കാരണം എന്റെ കൂടെ ദൈവം ചെയ്യും. എന്നിട്ട് 42-ന്റെ 5 പറയും, 5 മാറും നിങ്ങൾ മറന്നു. 42-ന്റെ 5 മാറും. അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്റെ കണ്ണുകൾ, ഓ ഈ സഹനം വന്നപ്പോൾ, ഈ വേദന വന്നപ്പോൾ ഞാൻ അങ്ങനെ കാണും. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. കണ്ടോ, സത്യസന്ധനും നിഷ്കളങ്കനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ പറയുക, എന്നെ ഞാൻ പശ്ചാത്തലിക്കുന്നു.
അപ്പൊ നമ്മൾ പശ്ചാത്തപിക്കാത്തത് കൊണ്ടല്ലേ ഈ എറണാകുളം രൂപതക്കാരെ മാനസാന്തരപ്പെടാത്തത്? ജോബിനെ പോലെ 100 പേര് പൊടിയിലും ചാരത്തിലും വരുന്ന പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ ഈ രൂപതയൊക്കെ എന്നേ രക്ഷപ്പെട്ടെ. ഇന്ന് പശ്ചാത്തപിക്കാൻ ആരുമില്ല. കുറ്റം പറയാനേ ഉള്ളൂ. നീതിമാനായ സത്യസന്ധനായ ജോബ് പറയുകയാണ്, പൊടിയിലും ചാരത്തിലും വരുന്ന ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കേരള സഭ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്റെ പിഴ എന്നാര് പറയുന്നു? അവരൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ.